ഞാൻ CA ഇന്ററിൽ പഠിക്കുന്ന ടൈമിൽ ഏകദേശം 1 വർഷത്തോളം ഡെയിലി 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അന്നത്തെ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഒരു 3:30-4 മണിക്ക് എണീക്കും. എന്നിട്ട് ഞാൻ ഒരു കിക്ക് വർക്കൗട്ട് ഇറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഷവർ ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് പഠിക്കായിരിക്കും. സ്റ്റഡി ലീവിൻ്റെ ടൈമിലൊക്കെ പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12-13 മണിക്കൂറൊക്കെ ഉണ്ടാവും. പിന്നീട് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് യൂട്യൂബിൽ ലോങ് ഫോം വീഡിയോസ് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും മെഡിറ്റേഷൻ റീസ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും രാവിലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തതിന് മുമ്പും ഒരു 5-10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ബട്ട് റീസെൻ്റ്ലി ഏകദേശം ഒരു 2-3 മാസം മുമ്പ് മെഡിറ്റേഷൻ കൊണ്ട് വലിയൊരു ഉപകാരമൊന്നും ഇല്ല, ഞാനിപ്പോൾ ഓൾറെഡി കുറേ കാലം ചെയ്തു, ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ മെഡിറ്റേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ദെൻ എ ക്രേസി തിങ് ഹാപ്പൻഡ്. മൈ കണ്ടന്റ് ക്വാളിറ്റി ജസ്റ്റ് വെൻറ്റ് ഡൗൺ. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തുമ്പോൾ എനിക്ക് ആ പഴയ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി വരുന്നില്ല. ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴും അന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ പോലെ ക്ലിയർ ആയിട്ട് എൻ്റെ തോട്ട്സ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ മൈൻഡിൽ ഇങ്ങനെ ഒരു ഇന്നർ വോയിസ് സംസാരിക്കുന്നത് പോലെ, ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രമൊക്കെ വരുന്ന പോലെ, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം എൻ്റെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുമോ, ഞാൻ പറയുന്നത് ശരിയാണോ, അഥവാ ഇത് തെറ്റാണെങ്കിലോ, ഈ വീഡിയോക്ക് വ്യൂസ് കിട്ടുമോ, ഇങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ഇടയിലൂടെ ഇങ്ങനത്തെ ഒരു വോയിസ് ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കണ പോലെ തോന്നുക. ഞാനിങ്ങനെ വണ്ടർ ചെയ്തു, എന്തായിരിക്കും സംഭവം, അതാവോ ഇതാവോ, ഞാൻ കോഫി എടുക്കാത്തതുകൊണ്ടാണോ, ഞാൻ മര്യാദക്ക് ഫോക്കസ് ചെയ്യാത്ത എന്താ, ഡിസ്ട്രാക്റ്റഡ് ആണോ എന്താ, ഞാൻ മര്യാദക്ക് ഉറങ്ങാത്തതുകൊണ്ടാണോ, അങ്ങനെ പല രീതിയിലുള്ള തോട്ട്സുകൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരലുണ്ട്. ആം ഐ ജസ്റ്റ് നോട്ട് ദാറ്റ് ഓൾഡ് ഷാം എനിമോർ എന്നെനിക്ക് തോന്നലുണ്ടായിരുന്നു. ഈവൻ ഞാൻ ഫാസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, അതായത് ഫുഡൊന്നും കഴിക്കാതെ തന്നെ വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, ഇനി എസ്പ്രസോ കുടിച്ചാലും ഡബിൾ എസ്പ്രസോ കുടിച്ചാലും അമേരിക്കാനോ കുടിച്ചാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു പഴയ ലെവലിലേക്കുള്ള ആ ഒരു സാധനം കിട്ടുന്നില്ല. കോഫിയോ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ സ്ലീപ്പോ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാന്നോ, ഇത് ഹെൽപ്പ് ചെയ്യൂല എന്നല്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ആ ഒരു മെയിൻ പസിലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീസ് അവിടെ മിസ്സിങ് ചെയ്യും. അതായിരുന്നു മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല, പകരം നമ്മളെ അറ്റൻഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ, നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ, ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ, മെൻ്റൽ പീസ് വരുന്നതിൽ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഹെഡിൻ്റെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് വോയിസിനെ സപ്രസ് ചെയ്യാൻ ആൻഡ് ഓവറോൾ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ വർക്കൗട്ട് ഫോർ ദ മൈൻഡ്. നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. നമ്മൾ ജിമ്മിൽ എങ്ങനെയാണോ നമ്മളെ ഫിസിക്കൽ ബോഡി നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്, അതുപോലുള്ളൊരു വർക്കൗട്ട് ട്രെയിനിങ് ആണ് എന്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇഫ് യു ആർ ന്യൂ ഹിയർ, എൻ്റെ പേര് ശ്യാം. ഐ ക്രിയേറ്റ് കണ്ടന്റ് ദാറ്റ് ആക്ച്വലി ഹെൽപ്പ് പീപ്പിൾ ടു ഇംപ്രൂവ് ദെയർ ലൈഫ്. ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിലുള്ള പല സംഭവങ്ങൾ, ഫിറ്റ്നസ്, സ്ലീപ്പ്, ഡയറ്റ്, പെർഫോമൻസ്, മൈൻഡ് സെറ്റ്, ഇങ്ങനെ പല സംഭവങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന, മെൻ്റൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഗൈസിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹെൽപ്സ് ഗേൾസ് ടു. അതുപോലെ തന്നെ ഞാൻ ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നടത്തുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബ്രദർഹുഡ് കമ്മ്യൂണിറ്റി ഫോർ മെൻ ആൻഡ് ബോയ്സ് ഹു വാണ്ട് ടു ഇംപ്രൂവ് ദെയർ ലൈഫ് സ്റ്റൈൽ, become more disciplined, become more like a high performer. ആൻഡ് ഞങ്ങൾ ഔട്ട്ലൈസ് ക്ലബിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വീക്ക്ലി ലൈവ് സെഷൻസ് നടത്തലുണ്ട്. അതേപോലെ തന്നെ മന്ത്ലിയോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടുമ്പോൾ റിയൽ ലൈഫ് മീറ്റപ്പുകൾ നടത്തലുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ വെച്ചാണ്ട് എന്താ പറയുക, കോഫി മീറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ കഫേയിലൊക്കെ വെച്ചാണ്ട്. അതുപോലെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഓരോ ചലഞ്ചുകൾ വെക്കലുണ്ട്, ഡോപ്പമിൻ ഡീറ്റോക്സ് പോലെ. അതിനുള്ളിൽ ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി, അതുപോലെ ഫോക്കസ്, ഇതൊക്കെ ബന്ധപ്പെട്ട് കുറേ ഫിറ്റ്നസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കോഴ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ബാക്ക് ടു ദ മെയിൻ ടോപ്പിക്, വൈ ഷുഡ് വി മെഡിറ്റേറ്റ്? തോട്ട്സ്, പ്ലാനിങ്, ഫോക്കസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ മെയിനായിട്ട് 2 റീജിയൻസ് ഉണ്ട്. ടാസ്ക് പോസിറ്റീവ് റീജിയൻസും ടാസ്ക് നെഗറ്റീവ് റീജിയൻസും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സയൻറ്റിഫിക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർക്ക് ഞാൻ ഡോക്ടറോ ന്യൂറോ സയൻറ്റിസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻറ്റോട് കൂടി ഇരിക്കണം. ദർ ക്യാൻ ബി മിസ്റ്റേക്സ്. അപ്പോൾ ഈ ടാസ്ക് നെഗറ്റീവ് റീജിയൻസിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ടാസ്കിൽ എൻഗേജ് ചെയ്യാതെ നിൽക്കുമ്പോൾ, ഡിഫോൾട്ടായി നിൽക്കുമ്പോൾ ആക്ടിവേറ്റ് ആവുന്ന നെറ്റ്വർക്ക്, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഈ ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ DMN എന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടാക്കി പറയാം. മേജർ റോൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യലും പ്ലാൻ ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ നമ്മളെ പാസ്റ്റിനെ കുറിച്ച് റിമെമ്പർ ചെയ്യൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നല്ലൊരു സംഭവമല്ലേ, നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ നെസസറി അല്ലേ എന്നൊക്കെ. യെസ്, ഇറ്റ് ഈസ്. പക്ഷേ അതിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്, അല്ലെങ്കിൽ വേറൊരു ഫീച്ചറും കൂടിയുണ്ട്. ഈ ഫ്ലോ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ആൾ ഭയങ്കര ഉഷാറാണ്. വെറും പാസ്റ്റ് റിമെമ്പർ ചെയ്യലും ഫ്യൂച്ചർ പ്ലാൻ ചെയ്യലും മാത്രമല്ല, ഇവർക്ക് കുറച്ചും കൂടി പരിപാടികളുണ്ട്. മൈൻഡ് വാണ്ടറിങ് മെയിനായിട്ട് നടക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതുപോലെ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അങ്ങനെ നമ്മൾ വെറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെയൊക്കെ മെയിൻ ആളാരാണ്, ആശാൻ ആരാണ്? ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കാണ്. ഫ്ലോ സ്റ്റേറ്റ് ഈസ് വെൻ യുവർ മൈൻഡ് ബിക്കംസ് ഫുള്ളി അബ്സോർബ്ഡ് ഇൻ വൺ ടാസ്ക് ആൻഡ് എവറിത്തിങ് എൽസ് ഫെയ്ഡ് അവേ. Time feels disordered, focus becomes effortless, and your actions feel almost automatic. It's a state where your best work happens with the least mental friction. അതായത് മലയാളത്തിൽ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാസ്കിൽ മുഴുകുക എന്ന് പറയില്ലേ, ടൈം പോകുന്നത് നമ്മൾ അറിയണില്ല, നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസോ തോട്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, നമ്മളും ആ ടാസ്കും ഒന്നായ പോലെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് വർക്ക് ഹാപ്പൻ ചെയ്യുക, ഏറ്റവും ക്വാളിറ്റിയുള്ള വർക്ക് ഹാപ്പൻ ചെയ്യുക,
ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലായിരിക്കും. ആൻഡ് മിഹാലി സിച്ചക്-മിഹാലി എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഫ്ലോ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കിൽ പറയുന്ന ഈ സാധനത്തിനെ വിശേഷിപ്പിക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഒപ്റ്റിമൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്നാണ്. അതായത് നമുക്ക് എത്രത്തോളം ഒരു ദിവസം ഫ്ലോ സ്റ്റേറ്റിൽ പോകാൻ പറ്റുന്നോ അങ്ങനെയുള്ള ടാസ്കുകൾ നമുക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു, അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു ഹാപ്പിനെസ്, ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഉണ്ടാക്കും നമുക്ക് പറയണം. അപ്പോൾ റിസർച്ചേഴ്സ് ഫൈൻഡ് ചെയ്തൊരു സംഭവമാണ്, നമ്മളെപ്പോൾ നമ്മൾ ടാസ്കിൽ നിന്ന് നമ്മളെ മൈൻഡ് എടുക്കുന്നോ അവിടെ ഈ DMN എന്താവും, ആക്ടിവേറ്റ് ആവും, ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഈ ഒരു പേരും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ടാസ്ക് പോസിറ്റീവ് റീജൻസും ടാസ്ക് നെഗറ്റീവ് റീജൻസും. ഒരു ടാസ്കിനെ ഫോക്കസ് ചെയ്യാനോ അത് നല്ല രീതിയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം ആ പേര് തന്നെ മനസ്സിലായി, ടാസ്ക് പോസിറ്റീവ് റീജൻസ്. ടാസ്ക് നെഗറ്റീവ് റീജൻസ് വരുമ്പോൾ തന്നെ ആ പേര് മനസ്സിലായി, ആ ടാസ്ക് ചെയ്യുന്നതിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾ. അപ്പോൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിൽ വരുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ടാസ്ക് നെഗറ്റീവ് റീജൻസിൽ വരുന്ന ആക്ടിവിറ്റി കുറക്കുകയും അതുപോലെ തന്നെ നമ്മളെ ടാസ്ക് പോസിറ്റീവ് റീജൻസിലുള്ള ആക്ടിവിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് മൈൻഡ് വാണ്ടറിങ് കുറയുന്നു, നമുക്ക് ഇമോഷണൽ കൺട്രോൾ കൂടുന്നു, നമുക്ക് ഫ്ലോ സ്റ്റേറ്റ് ഒന്നുകൂടി ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ആവുന്നു, ഇമ്പൾസീവായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ നമ്മളെ ബേസ് ലൈൻ ഹാപ്പിനെസ് ഇമ്പ്രൂവ് ആവുന്നു. പിന്നീട് നമ്മളെ പ്രസൻസ്, അതായത് പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ പ്രസൻറ്റായി നിൽക്കാനുള്ളത്, ഇപ്പോൾ എവിടെയാണ് നമ്മളുള്ളത്, നമ്മളെ മൈൻഡും നമ്മളെ ബോഡിയും ഇവിടെ വെക്കാനുള്ളത്, ഒരുപാട് അങ്ങനെ അലഞ്ഞു തിരിയാതെ ഇവിടെ നിൽക്കാനുള്ള എബിലിറ്റി കൂടുന്നു. മെഡിറ്റേഷൻ നമ്മളെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിന് ജോൺ കബാറ്റ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മൂപ്പര് ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ, അതായത് MBSR എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ ഈ മോഡേൺ ന്യൂറോ സയൻസിലേക്കും സൈക്കോളജിയിലേക്കും മെഡിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എത്തിച്ച ഒരാളും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയിങ് അറ്റൻഷൻ ഇൻ എ പെർട്ടിക്കുലർ വേ ഓൺ പേർപ്പസ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് നോൺ ജഡ്ജ്മെൻ്റലി. ഇത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഡെഫിനിഷനാണ്. സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളതിൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതേസമയം നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നില്ല. പകരം ഇപ്പോൾ ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു തേർഡ് ഐ വ്യൂ എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ നമ്മളെ മനസ്സിൽ ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ടിനെ ജഡ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മുഴുകാതെ പകരം ആ തോട്ട്സ് വരുന്നത് നമ്മളിങ്ങനെ ഒബ്സേർവ് ചെയ്യുക. നമ്മളിവിടെ പ്രസൻ്റാണ്, നമ്മൾ അവെയറാണ്, ആ തോട്ട് വരുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ ഒരു പേഴ്സണിൻ്റെ പുറത്ത് നിന്നാണ്ട് നോക്കുമ്പോൾ ഈ തോട്ട് ഇങ്ങനെ വരുന്നതും കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിൽക്കുക. ഇപ്പോൾ ഈ മെഡിറ്റേഷൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും അതെങ്ങനെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരു ഡൗട്ടായിരിക്കും ഹൗ ടു മെഡിറ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ മെഡിറ്റേഷൻസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മളൊരു സിംഗിൾ ഒബ്ജക്റ്റിൽ, ഒരു സിംഗിൾ സാധനത്തിൽ ഫോക്കസ് ചെയ്യാം. അത് നമ്മളെ ബ്രെത്ത് ആവാം, അല്ലെങ്കിൽ നമ്മൾ തീ കത്തിച്ചാണ്ട് ആ ഫയറിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അയിമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സിംഗിൾ സംഭവത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ, അത് നമ്മളെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മൈൻഡ് വാണ്ടറിങ്ങും കുറക്കാനും ഇങ്ങനത്തെ സംഭവത്തിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്. അതായത് നമുക്ക് തോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാതെ പ്രസൻ്റായിട്ട് ആ ഒരു തോട്ടിൻ്റെ ഒപ്പം പോവാതെ പകരം ആ തോട്ടിനെ ജസ്റ്റ് ഒരു തേർഡ് പെർസ്പെക്റ്റീവിൽ, തേർഡ് ഐ വ്യൂവിൽ കണ്ടുകൊണ്ട് അതിനെങ്ങനെ ജഡ്ജ് ചെയ്യാതെ അവെയറായി നിൽക്കുന്ന രീതിയിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനൊക്കെ ഇപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇമോഷണൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇമോഷനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഇമ്പൾസീവ്ലി റിയാക്ട് ചെയ്യുമല്ലോ, ആ സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ. അതായത് നമുക്കൊരു ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കരുതി ആ ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ട് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. വിക്ടർ ഫ്രാങ്കലിൻ്റെ ഒരു കോട്ട് ഉണ്ട്, ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ ഇസ് എ സ്പേസ്. ഇൻ ദാറ്റ് സ്പേസ് ഈസ് അവർ പവർ ടു ചൂസ് അവർ റെസ്പോൺസ്. ഇൻ അവർ റെസ്പോൺസ് ലൈസ് അവർ ഗ്രോത്ത് ആൻഡ് അവർ ഫ്രീഡം. ഇനി അതേപോലെ തന്നെ ബോഡി സ്കാൻ അങ്ങനെ മെഡിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മളെ ബോഡിയിലെ ഓരോ പാർട്ടിലൂടെ നമ്മൾ അറ്റൻഷൻ ഇങ്ങനെ കൊടുക്കാണ്ട് ആ ഒരു സ്പെസിഫിക് ഭാഗത്തിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓരോ ഭാഗത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതിപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ നല്ല ഉപകാരമുള്ള സംഭവമാണ്. ഇത് നമ്മളെ റിലാക്സേഷൻ, അതേപോലെ മൈൻഡ് ബോഡി കണക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വേറൊരു മെഡിറ്റേഷൻ ഉണ്ട്, ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസത്തിലൂടെ ഇങ്ങനെ പോകുന്ന ടൈമിൽ നമുക്ക് പല തോട്ടുകളും വരും. ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കാർ കാണും അയാൾക്ക് മുടി പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ റിയാക്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ നമ്മൾ ചെറിയ രീതിയിൽ പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജഡ്ജ് ചെയ്യും, അയാളെ മുടി പോകുന്നുണ്ടല്ലോ എന്നുള്ളത്. ഉള്ളിൽ ചിലപ്പോൾ ചെറിയൊരു സന്തോഷം ഉണ്ടാവും, പക്ഷെ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നുണ്ടാവുക? ചിലപ്പോൾ നമ്മളെ മുടി പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി അയാളുടെ മുകളിൽ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ തോട്ടിൻ്റെ ഒപ്പം നമ്മൾ പോവാതെ പകരം അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഒരു തോട്ട് എന്താണെന്ന് പുറത്ത് നിന്ന് കാണുന്ന മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ പോലെ തന്നെ നമ്മൾ അവെയർ ആവുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ ഒപ്പം പോകണില്ല. അതേപോലെ തന്നെ ആ തോട്ട്സിനനുസരിച്ച് നമ്മൾ വേറെ ആൾക്കാരെ ജഡ്ജ് ചെയ്യണില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്, എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മളിപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നിന്നാണ്ട് ഈ തോട്ട് വരാൻ കാരണം എന്താണ്, അപ്പോൾ എനിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയുന്നത്. ഈ തോട്ട്സും നമ്മൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കുറക്കാനും അതുപോലെ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്ന് ജീവിക്കുന്ന സംഭവങ്ങൾ, മൈൻഡ് വാണ്ടറിങ് കുറച്ചാണ് ജീവിക്കുന്ന സംഭവങ്ങളൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ഇനി ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും ഉണ്ട്, മൈൻഡ്ഫുൾനെസ്സിൻ്റെ ബെനിഫിറ്റും ഉണ്ട്. എന്നാലും മെയിനായിട്ട് ഈ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി, പിന്നെ ക്രിയേറ്റിവിറ്റി കാണുന്നുണ്ടെങ്കിലും അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലൊക്കെ ഈ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാവിലെ എണീറ്റ്
മെയിനായിട്ട് ആ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു 5 to 10 മിനിറ്റ് ടൈമർ വെച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് എന്ത് ചെയ്യും, ഐസ് ക്ലോസ് ചെയ്തിട്ട് ബ്രത്തിൽ ഫോക്കസ് ചെയ്താണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുക. ഡീപ്പായിട്ടുള്ള ബ്രത്ത് ഇൻഹെയിൽ ചെയ്യും, അതുപോലെ എക്സെയിൽ ചെയ്യും. എന്നിട്ട് ആ ബ്രത്തിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓക്സിജൻ പോകുന്ന ആ മൂമെൻറ്റിൽ ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ബ്രത്ത് എടുക്കുന്ന ഭാഗത്ത്, മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ബ്രത്തിൽ ഫോക്കസ് ചെയ്താണ്ട് നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന മൈൻഡ് എന്ത് ചെയ്യും, എങ്ങോട്ടേലൊക്കെ പോകും. ചിലപ്പോൾ ഇന്ന് ചെയ്യാനുള്ള ടാസ്കിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇന്ന് ആരൊക്കെ മീറ്റ് ചെയ്യാണ്ടെന്നുള്ളതോ, അല്ലെങ്കിൽ ഇന്ന് എന്ത് ഫുഡ് കഴിക്കാമെന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവീൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ആലോചിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എത്തിയത് നമ്മൾ അവയർനെസ്സൊക്കെ വരുമ്പോൾ വീണ്ടും മൈൻഡിനെ തിരിച്ചു കൊണ്ടുവന്നാണ് വീണ്ടും ബ്രത്തിൽ ഫോക്കസ് ചെയ്യണം. വീണ്ടും മൈൻഡ് പോകുന്നു, വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു. ആ രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 to 10 മിനിറ്റ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങളെ ഗോളും നിങ്ങളെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്, അതുപോലെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരാം. എപ്പോഴും എന്ത് ചെയ്യാം, ഫോക്കസ് ഓൺ ക്വാളിറ്റി റാദർ ദാൻ ക്വാണ്ടിറ്റി. ഇപ്പോൾ പല വീഡിയോയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിലൊക്കെ ഉണ്ടാവും എന്ത് കുറേ മണിക്കൂറുകൾ ചെയ്യുക രീതിയിലുണ്ടാവും മെഡിറ്റേഷന്. ബട്ട് ഈവൻ 5 to 10 മിനിറ്റ്സ് ഓഫ് മെഡിറ്റേഷൻ എവറി ഡേ വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ക്വാളിറ്റിയാണ്. നമ്മൾ എത്രത്തോളം നമ്മളെ ഡിസ്ട്രാക്ഷനെ, നമ്മുടെ മൈൻഡിൽ എത്രത്തോളം പണിയെടുക്കേണ്ടതാണ്. ഫിസിക്കലി പണിയെടുക്കണമെങ്കിൽ കാണും, മൈൻഡിൽ പണിയെടുക്കണമെങ്കിൽ കാണൂല. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഓണസ്റ്റ് ആവണം. നമ്മൾ എത്രത്തോളം ഡിസ്ട്രാക്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മളെ തോട്ട്സിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോയിക്കാണ്ട് ഓരോ റെപ്പ് നമ്മൾ ചെയ്യുമല്ലോ, ബൈസപ്പിനൊക്കെ ഓരോ വർക്കൗട്ട് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ നമ്മൾ മൈൻഡിന് കൊടുക്കുന്ന ഓരോ റെപ്പറ്റീഷനാണ് ഓരോ വട്ടവും ഈ തോട്ട്സിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരല്. കുറേ ആൾക്കാർ വിചാരിക്കുന്ന മിസ്റ്റേക്കുകളാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സയൻറ്റിഫിക് അല്ലാതെ വേറെ എന്തോ ഒരു സംഭവമാണ് ഈ ഒരു മങ്കുകളൊക്കെ ചെയ്യുന്ന. ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കുക, ഒരു ചിന്തയുണ്ടാവില്ല മനസ്സ് ഫുള്ള് ക്ലീൻ ആയിരിക്കും. ഇത് ഒറ്റയടിക്ക് ഒരു പില്ല് കഴിക്കണ പോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് സമാധാനമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ അത് അങ്ങനെയല്ല. അത് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ നമ്മൾ അവിടെ പോയി എന്നിട്ട് നമ്മൾ ട്രെയിൻ ചെയ്താൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ട്. നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ആവും, ഫീലിംഗ് ഇമ്പ്രൂവ് ആവും. വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 90% അല്ലെങ്കിൽ ഒരു മെജോറിറ്റി. പക്ഷേ നമുക്ക് അതിൻ്റെ റിയൽ റിസൾട്ട് കിട്ടുക, നമുക്ക് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ വരിക, നമുക്ക് ഫീൽ ചെയ്യുക കുറച്ച് വർഷങ്ങളോ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗെയിമാണ്. നമ്മൾ ഡെയിലി ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ജിമ്മിൽ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാണ്. അപ്പോൾ ലോങ് ടേമിലായിരിക്കും നമുക്ക് അതിൻ്റെ മെയിൻ ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ വരിക. ബട്ട് സ്റ്റിൽ ഓരോ ദിവസവും നമുക്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റുകളും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്ന് കരുതി അതിന് മണിക്കൂറുകൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 5 to 10 മിനിറ്റ്സ് ഈസ് ഇനഫ്. ആൾവേസ് ക്വാളിറ്റി ബീറ്റ്സ് ഡ്യൂറേഷൻ. എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇട്ടാണ് ആ തോട്ട്സിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്, എത്രത്തോളം വെട്ടം കൊണ്ടുവരണോ അത്രത്തോളം ബെറ്ററാണ്. നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവും, ഇനി എപ്പോഴാണ് മെഡിറ്റേറ്റ് ചെയ്യുക, അതിന് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടൈം ഏതാണെന്നൊക്കെ ഉള്ളത്. ശരിക്കും മെഡിറ്റേഷൻ അങ്ങനെ ഒരു ടൈം, സ്പെസിഫിക് ടൈം എന്നില്ല. ഇത് ശരിക്കും നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ആ 2 സമയങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ വെച്ചാണ്ട് ഞാൻ പറഞ്ഞുതരാം. 2 ടൈം ഞാൻ ചെയ്തിരുന്നത് ഇപ്പോൾ ഏർലി മോർണിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ടാസ്കിലേക്കും വർക്കിലേക്കും കടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളെ പഠിത്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും. അറ്റൻഷൻ സ്പാൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും കോൺസെൻട്രേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര രീതിയിൽ ഉപകാരമായിരിക്കും. നമ്മളെ ക്രിയേറ്റിവിറ്റി, അതുപോലെ ഡീപ്പ് വർക്ക്, ഫ്ലോ സ്റ്റേറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മെയിനായിട്ട് ആ ടാസ്കിൽ ഫോക്കസ് ചെയ്യാനും ഒരുപാട് ചിന്തകളില്ലാതെ അത് നല്ല ഭംഗിയായിട്ട് തീർക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ അതേസമയം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാർക്കുള്ള പ്രശ്നമായിരിക്കും ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക. രാത്രി ഒരുപാട് തോട്ട്സുകൾ ഇങ്ങനെ വന്നാണ്ട് മൈൻഡിൽ ഫുള്ള് കെയോസ് ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും ചിന്തിച്ചാണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ തോട്ടുകളൊക്കെ ഒരു മൈൻഡിൻ്റെ ഉള്ളിലുള്ള ഇന്നർ വോയിസിനെ ഒന്ന് സൈലൻ്റ് ആക്കാൻ, അതുപോലെ ഈ റേസിംഗ് തോട്ടുകളൊക്കെ ഒന്ന് ഇല്ലാതാക്കാൻ, നമ്മളെ ബോഡിനെ ഒന്ന് റിലാക്സ് ആക്കാൻ, പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടും ആര് ഹെൽപ്പ് ചെയ്യും? ഈ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ഇതിലൊക്കെ ഒരുപാട് മണിക്കൂറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 to 10 മിനിറ്റ്, ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി, ഞങ്ങൾക്ക് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്യാം. ഇതിന് ഞാൻ പറഞ്ഞ ബെനിഫിറ്റുകളല്ലാതെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് കേട്ടോ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെറ്റാ സ്കില്ലാണ്. മെറ്റാ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഭവങ്ങളും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്കില്ലാണിത്. ഇപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ഫിസിക്കലി ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? നമ്മൾ ഫിസിക്കലി ഫാറ്റ് ആവും, നമ്മൾ ഫിസിക്കലി അൺഹെൽത്തി ആവും, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ജങ്ക് ഇൻഫോർമേഷനാണ് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റൻഷനലി ചൂസ് ചെയ്യാതെ എല്ലാ ഇൻഫോർമേഷനും ഉള്ളിലേക്ക് ടേക്ക് ചെയ്യുന്നു. പിന്നെ നമ്മളെ ഫോക്കസോ അറ്റൻഷൻ സ്പാനോ കോൺസെൻട്രേഷനോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ്ങും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഹൗ വി ബിക്കം ഫിസിക്കലി ഫാറ്റർ, അതുപോലെ തന്നെ നമ്മളെന്താവും മെൻ്റലി ഫാറ്റ് ആൻഡ് അൺഹെൽത്തി ആവും. സോ ആ ഒരു ടൈമിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മെൻ്റലി അൺഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്, മെൻ്റലി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടാണ്ട് ബ്ലൈൻഡ് ആയിക്കാണ്ട് വിശ്വസിക്കേണ്ട, ജസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ലൈഫിൽ ഉപകാരം ഉണ്ടോ നോക്കുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.